ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തിനെ കുറിച്ചാണ് കേട്ടോ. പണം അല്ലേ ആർക്കും ആവശ്യമില്ലാത്തൊരു കാര്യമല്ല, എല്ലാവർക്കും പണം ആവശ്യമുണ്ട്. നമ്മളെ മനസ്സിൽ ധനികരെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പം പണം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും ആവശ്യമുണ്ടാവും. നമ്മൾ പണമില്ലാത്തവർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ആളുകൾക്കും പണം ആവശ്യമുണ്ടല്ലേ. എന്തുകൊണ്ടാണ് പാവപ്പെട്ടവർ എന്ന് പറയുന്ന പൈസ ഇല്ലാത്തവരെ? അവർ പാവങ്ങളും പൈസ ഉള്ളവരെന്തെങ്കിലും തെറ്റ് ചെയ്തവരായതുകൊണ്ടാണോ? ഒരിക്കലല്ലേ അല്ലേ. നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതിയാണ് പണമില്ലാത്തവരൊക്കെ പാവപ്പെട്ടവരും പണമുള്ളവരൊക്കെ എന്തോ ദുഷ്ടന്മാരാണെന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിലേക്ക് പണം അട്രാക്റ്റ് ചെയ്യാത്തത് കേട്ടോ. പണത്തിനെ നമ്മളിലേക്ക് എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളതിനെ സ്നേഹിക്കണം. അത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതിന് നമ്മൾ വാല്യൂ കൊടുക്കണം. വെറുതെ നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് പണത്തിനെ യൂസ് ചെയ്യാതിരിക്കണം. ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ഡ്രസ്സ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യാം. മറ്റുള്ളവരെ പോലെ ആവാനായിട്ട് ശ്രമിക്കാതിരിക്കാം. അത് തന്നെയാണ് പണത്തിനെ നമ്മളെ കയ്യിൽ ഒതുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗ്ഗം. പിന്നെ എന്ത് പണം കിട്ടിയാലും ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അതിന് നമ്മൾക്ക് ഉപയോഗത്തിൽപ്പെടുന്ന രീതിയിൽ സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റ്സോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ വിചാരിക്കും ഇത്ര പണം കിട്ടിയിട്ട് ഞാനത് എന്ത് ചെയ്തു എന്നുള്ളത്. ഓക്കെ. പിന്നെ പല ആളുകളുടെയും ഒരു ചിന്താഗതി എന്ന് പറയുന്നത് സ്ത്രീകളുടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് പണമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് തെറ്റാണെന്നൊക്കെ. ഒരിക്കലും അങ്ങനെയല്ല. ഒരു സ്ത്രീക്ക് റെസ്പെക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, പണം അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ പണത്തിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല, സ്നേഹമാണ് വലുത്, ബന്ധങ്ങളാണ് വലുതെന്നൊക്കെ. പക്ഷേ എല്ലാത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പണം തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ലൈഫിലൊരു ഘട്ടത്തുമ്പോൾ മനസ്സിലാവും പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. പണമില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ആളുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചൊക്കെ. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണത്തിൽ ഒരു സ്ത്രീയുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സ്ത്രീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ലൈഫ് സെറ്റാക്കാനും സക്സസ് ആക്കാനും ഒക്കെ പറ്റും. പണത്തിനെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. ലോണുകൾ, കടങ്ങൾ പോലുള്ള കാര്യങ്ങളെ പരമാവധി നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം. മനസ്സിലായോ? നമ്മളെ ലൈഫിൽ നിന്ന് പണം ചോർന്ന് പോകുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. പരമാവധി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിത ചെലവുകളൊക്കെ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ ചുരുക്കാനും അതിൽ നിന്നൊരു ചെറിയൊരു സേവിങ്സ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് കിട്ടിയ പണത്തിനൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്ന പണത്തിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പണത്തിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. മനസ്സിലായോ? നമ്മളിലേക്ക് പണത്തിന് നമ്മളായിട്ടൊരു ബന്ധമില്ലെങ്കിൽ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണം നിങ്ങളിലേക്ക് അടുക്കില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ സക്സസ്സിന് ഉപയോഗപ്പെടുന്നു ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്